ഇന്ന് 2026 ഫെബ്രുവരി 20 നോമ്പ് കാലം 3 ദിവസം, അതായത് ആഷ് വെനസ്ഡേ 18, അതിനുശേഷം നോമ്പ് 2, ഇന്ന് നോമ്പ് 3. ഇന്ന് എന്ത് ചിന്തകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പങ്കിടേണ്ടത് എന്ന് അല്പം ഒന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ കടന്നു വന്നത് യേശുക്രിസ്തു അനുഭവിച്ച ആദ്യത്തെ പരീക്ഷ. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട യേശു ആദ്യമായി അഭിമുഖീകരിച്ച പരീക്ഷ. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം നന്നേ വിശന്നിരിക്കുമ്പോൾ പരീക്ഷകൻ അവൻ്റെ അടുത്ത് വന്നിട്ട്, നീ സാക്ഷാൽ ദൈവപുത്രനെങ്കിൽ ഈ കിടക്കുന്ന കല്ലുകളോട് അപ്പങ്ങളാകുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു അതിനോട് പ്രതികരിച്ചത് എപ്രകാരമാണ് എന്നത് വിശ്വവിഖ്യാതമാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എഴുതാനും വായിക്കാനും അറിയാവുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അതുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടെ ജീവിക്കണം എന്ന് യേശു പറഞ്ഞതിൽ എത്ര അത്ഭുതാവഹമായ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി മനനം ചെയ്തു വരികയാണ്. നാളുകൾ കഴിയുന്തോറും ആ പ്രസ്താവനയുടെ ആശയസാന്ദ്രതയിൽ സംഭവിക്കുന്ന വികസനത്തെ അത്ഭുതാവഹമായ അല്ലെങ്കിൽ അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സുകൊണ്ട് മാത്രമേ എനിക്ക് മനനം ചെയ്യാൻ സാധിക്കുന്നു. ഏതായാലും അതിൻ്റെ ചില അംശങ്ങൾ ഈ നോയമ്പ് കാലത്ത് നിങ്ങളുമായി പങ്കിടാൻ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് പ്രത്യേകിച്ച് നമുക്ക് വളരെ സഹായം ചെയ്യുന്ന വിധത്തിൽ ഈ വിഷയത്തെപ്പറ്റി വസ്തുതാപരമായി നല്ല യാഥാർത്ഥ്യ ബോധത്തോടെ സമകാലീന പ്രസക്തതയിൽ കൂടെ ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വലിയ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള നാം നോക്കുമ്പോൾ അവിടെയും ഇത് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പലരും അന്തം വിട്ടുപോകും. അല്ല, ഇത് തന്നെയാണ്, തത്വത്തിൽ ഇത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിൽ സൂപ്പർഫിഷ്യൽ ഡീറ്റെയിൽസ്, ഉപരിപ്ലവമായ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട് എങ്കിലും അതിൻ്റെ അടിസ്ഥാന പ്രമാണം ഒന്ന് തന്നെയാണ്. അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശബരിമലയിൽ നടന്ന കൊള്ള എന്താണ്? അവിടുത്തെ സ്വർണം ചെമ്പായി മാറി. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ കഴിവാണ്. മറ്റ് മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യന് പ്രത്യേകമായിട്ടുള്ളതുമായൊരു കഴിവാണ് എന്തിനേയും ഒന്ന് മാറ്റിയെടുക്കുക. അത് മനുഷ്യൻ്റെ പ്രത്യേകമായ കഴിവാണ്. ആ കഴിവ് എപ്രകാരം നാം പ്രയോഗിക്കുന്നു എന്നത് നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു തത്വമാണ്, ഘടകമാണ്, കരുതലാണ്. കാരണം ഇത് മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഒരു കഴിവാകയാൽ, ഉപാധിയാകയാൽ അതിന് ഏറ്റവും കാര്യക്ഷമമായും അർത്ഥവത്തായും ആരാണോ ഈ കഴിവ് നമുക്ക് നൽകിയത് ആ ശക്തിയോട് അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തോടുള്ള വിശ്വസ്തയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ വേണം ഇതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നത് യുക്തിപരമായ ഒരു അത്യാവശ്യമാണ്. ഇപ്പം ശബരിമലയിൽ നടന്നത് എന്താണ്? മനുഷ്യൻ്റെ കഴിവ് ഉപയോഗിച്ച്, അവൻ്റെ ബുദ്ധിയും തന്ത്രവും കൗശലവും കുറുക്കൻ്റെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അയ്യപ്പൻ്റെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റി. ഇതാണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ നമുക്ക് മണലാരണ്യത്തിലേക്ക് പോകാം. ശബരിമല കാടാണ്. നമുക്ക് കാട്ടിൽ നിന്ന് മണലാരണ്യത്തിലേക്ക് പോകാം, മരുഭൂമിയിലേക്ക് പോകാം.
അവിടെ എന്താണ്? അവിടെ ഇതുപോലെ തന്നെ ഒരു രൂപാന്തരമാണ്. എന്നാൽ ധാതുക്കൾ വ്യത്യസ്തമാണ്. കല്ലിനെ അപ്പമാക്കി മാറ്റുക. സ്വർണത്തെ ചെമ്പാക്കുകയല്ല, കല്ലിനെ അപ്പമാക്കി മാറ്റുക. ഏതായാലും ഒന്നിനെ മറ്റതിലേക്ക് മാറ്റുക. ഇതാണല്ലോ, ഇത് രണ്ടും പൊതുവായ ഘടകമാണല്ലോ. ഇത് മനുഷ്യപുത്രൻ്റെ, എല്ലാ മനുഷ്യരുടെയും കഴിവാണ്. അത് കല്ലിനെ അപ്പമാക്കണമെന്നുള്ളതാണോ, അല്ലെങ്കിൽ 1 താലന്ത് 2 താലന്ത് ആക്കാനാണോ, 5 താലന്ത് 10 താലന്ത് ആക്കുന്നതാണോ? ഏതായാലും ലഭിച്ചതിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരിക എന്നത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകമായ കഴിവാണ്. ഇത് നാം ആദ്യമായി ഗ്രഹിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഈ പ്രത്യേകതയുള്ള കഴിവിനെ ആസ്പദമാക്കിയാണ് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് എന്നത് നാം വ്യക്തമായി ധരിച്ചിരിക്കേണ്ടതാണ്. നാം അകപ്പെട്ടു പോകുന്ന പരീക്ഷകൾ ഒരു പോത്തോ, ഒരു എലിയോ, ഒരാടോ, ഒരു പുലിയോ, ഒരാനയോ അനുഭവിക്കുന്നതല്ല. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകളും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകതകളിൽ വേരൂന്നി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷകളെ വേണ്ടതുപോലെ തിരിച്ചറിയുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യത്വത്തിൻ്റെ മാറ്റം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയണം എന്നത് ആത്മീയതയുടെ ഒരു പ്രാധാന്യമർഹിക്കുന്ന അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സുവിശേഷത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ മൂലമർമ്മം മാറ്റം വരുത്തുക. അപ്പോൾ മാറ്റം വരുത്തുന്നതിൽ 2 പരിഗണനകൾ സാധ്യമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ആദ്യമായി നാം തിരിച്ചറിഞ്ഞു, ഇത് മനുഷ്യൻ്റെ വളരെ പ്രത്യേകതയുള്ളതും വിലയേറിയതുമായ ഒരു കഴിവാണ്. എന്തിനേയും രൂപാന്തരപ്പെടുത്തുക, അതിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുക. കല്ലിനെ അപ്പമാക്കി, ശബരിമലയിൽ സ്വർണത്തെ ചെമ്പാക്കി മാറ്റം വരുത്തി. ഇനിയും അടുത്ത പടി നാം ചിന്തിക്കേണ്ടത്, ഈ മാറ്റം വരുത്തുമ്പോൾ എപ്രകാരമുള്ള മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് നാം എങ്ങനെയാണ് തീരുമാനിക്കുക? അതാണ് പ്രശ്നം. നമുക്ക് കഴിവുണ്ട്, യാതൊരു സംശയമില്ല. എല്ലാവർക്കും ആ കഴിവുണ്ട്. ഒന്ന്, ചവിട്ടി മെതിച്ച് നശിപ്പിക്കാൻ. യേശു പറഞ്ഞില്ല, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. കാരണം പന്നിയെ സംബന്ധിച്ചിടത്തോളം രൂപാന്തരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, അതിനറിയാവുന്ന രൂപാന്തരം എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കുക, അതിൻ്റെ പുറത്ത് കാഷ്ടിക്കുക. ഇതല്ലാതെ അതിന് മറ്റൊന്നും അറിഞ്ഞുകൂടാ. ആ ലഭിക്കുന്ന മുത്തുകൾ, അതിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ മൂല്യവർദ്ധനവ് വരത്തക്കോണം എപ്രകാരമാണ് ഈ മുത്തുകളെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് പന്നിക്കില്ല. കാരണം എന്താണ്? പന്നി അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നതാണ്. പന്നിയുടെ അപ്പം അഭേദ്യമായിരിക്കും, അത് മറ്റൊരു കാര്യമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ജീവൻ നിലനിർത്താനായി നാം എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് കരുതുന്നു, അതിൻ്റെ എല്ലാം ആകെത്തുകയുടെ പ്രതീകമായിട്ടാണ് അപ്പം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പന്നിയുടെ അവസ്ഥ നോക്കുമ്പോൾ അത് അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നു. പന്നിക്ക് അതിൻ്റെ അപ്പം, നമുക്ക് നമ്മുടേതായ അപ്പം. അതാ വ്യത്യാസം. രണ്ടും അപ്പം കൊണ്ട് മാത്രം ജീവിക്കും. ആ അവസ്ഥയിൽ ആയിരിക്കുന്ന മനുഷ്യൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിൻ്റെ അവസ്ഥ, അതിൻ്റെ പരിണിത ഫലം പന്നിയുടെ മുമ്പിൽ വീണ മുത്ത് പോലെ ആയിരിക്കുമെന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഇത്രമാത്രം മനുഷ്യൻ കഷ്ടതയും അരിഷ്ടതയും പ്രയാസവും പട്ടിണിയും നരകവും അനുഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ വലിയ ചുമതലകൾ ഏറ്റെടുക്കുന്ന ആളുകൾ ഈ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നത് കൊണ്ട് അവരുടെ വ്യക്തിത്വം ഏതാണ്ട് പന്നിയുടെ വ്യക്തിത്വം പോലെയാണ് എന്നതുകൊണ്ടാണ്. നമ്മുടെ ഇടയിൽ തന്നെ വലിയ പരിശുദ്ധന്മാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന മെത്രാന്മാർ, അവരുടെ കയ്യിലൊരു കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കസേരയുടെ അവസ്ഥ എന്തായിത്തീരും എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. മന്ത്രിമാരുടെ കസേരയും തഥൈവ.
അപ്പോൾ ഏത് കിട്ടിയാലും അതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. പക്ഷെ ഏത് ലക്ഷ്യം വെച്ച്, ഏത് ദർശനത്തോടുകൂടെ, എന്ത് ലാക്കാക്കി ഈ രൂപാന്തരം നടപ്പാക്കാൻ നാം തീരുമാനിക്കുമെന്നതാണ് പ്രശ്നം. ഇവിടെ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, മൃഗത്തെ പോലെ അത് കൈകാര്യം ചെയ്യുക. രണ്ട്, മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യതയിൽ അത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാം. പക്ഷേ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ അവൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും പന്നിയുടെ മുമ്പിൽ വീണ മുത്തുപോലെ ആയിരിക്കും. അതിൻ്റെ കാര്യം പോക്കാണ് എന്നാണ് യേശു പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ മനുഷ്യന് മറ്റൊരു സാധ്യതയുണ്ട്. അവൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വലിയ മാഹാത്മ്യമുണ്ടാകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കുമ്പോൾ അവനില്ലാതെ പോകുന്നത് വ്യക്തിത്വമാണ്. അവന് വയറുണ്ട്, വ്യക്തിത്വമില്ല. അവന് ആമാശയമുണ്ട്, ആശയമില്ല. ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ ആശയത്തെക്കാൾ ആമാശയത്തിനാണ് വില എന്നുള്ളത് തന്നെയാണ്. മനുഷ്യൻ്റെ അധപ്പതനം എത്ര ഭീകരമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ ആമാശയമാണ് ആശയത്തേക്കാൾ വലുത് എന്നത് തന്നെയാണ്. അവരുടെ മുമ്പിൽ നിങ്ങൾ മുത്തുകൾ എറിഞ്ഞു കൊടുത്താൽ, ഞാൻ ഈ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരമാണത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുന്ന ചില പ്രതികരണങ്ങൾ, ഇന്നലെയും ഞാൻ വന്ന ചില മാർത്തമ പ്രതികരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നവരോട് എനിക്ക് സഹതാപമാണ്. ഒരു വിധത്തിലുള്ള കോപവും ഞാൻ അനുഭവിക്കാറില്ല. ഞാൻ നിശബ്ദമായി അവരെപ്പറ്റി എൻ്റെ ഉള്ളിൽ കണ്ണുനീർ വാർക്കാറുണ്ട് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് ഒന്നുകിൽ മൃഗമായി പ്രതികരിക്കുക, അല്ലെങ്കിൽ മൃഗത്തിന് അതീതമായ സ്ഥിതി, മൃഗത്വത്തിന് അതീതമായ സ്ഥിതി എന്ന മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യതയിൽ അതിനെ പ്രതികരിക്കുക. ഇപ്പോൾ താലന്തുകളുടെ ഉപമ നോക്കുമ്പോൾ അവിടെ 3 ഭൃത്യന്മാരെ കാണിച്ചിരിക്കുന്നു. ഒരുത്തിന് 5 താലന്ത്, ഒരുത്തിന് 2 താലന്ത്, ഒരുത്തിന് 1 താലന്ത്. എന്തുകൊണ്ടാണ് 5 താലന്തും 2 താലന്തും കിട്ടിയ ഭൃത്യന്മാർ ഉടനെ പോയി അത് ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി അതിൻ്റെ വില വർദ്ധിപ്പിച്ച് ഇരട്ടിക്കാൻ കൂട്ടാക്കിയത് എന്തുകൊണ്ടാണ്? അവരപ്പം കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തുള്ള ചില പോഷകങ്ങളും കൂടെ ഉപയോഗിച്ച് അവിടെ വ്യക്തിത്വത്തെ ശക്തീകരിച്ചവരാണ് എന്നതാണ്. എന്നാൽ മൂന്നാമൻ 1 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് കുഴിച്ചിട്ടു എന്ന് പറയുന്നു. അതവൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. എന്ത് കിട്ടിയാലും കുഴിച്ചിരുന്ന മലയാളിയുടെ സ്വഭാവം ഇതാണ്. ഇവിടെ എന്താണ് ഒന്നും നട്ടാൽ കുരുക്കാത്തത്? മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം കുഴിച്ചിടുക എന്നുള്ളതാണ്. കുഴിച്ചിടുക. അതെന്തുകൊണ്ടാണ്? നാം എങ്ങനെ ജീവിക്കുന്നു? നമ്മൾ പലരും പറയാറില്ലേ, കേരളത്തിൽ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് കള്ളും ലോട്ടറിയുമാണെന്ന് പറയാറില്ല. ഇത് രണ്ടും കൂടെ ചേർത്താൽ വയറെന്നേ അർത്ഥമുള്ളൂ. ലോട്ടറി അടിച്ചാൽ കൂടുതൽ കള്ള് കുടിക്കാം. രണ്ടും വയറാണ്, ആമാശയമാണ്. കേരളം ചലിക്കുന്നത് 2 കാലിലല്ല, ആമാശയത്തിൽ. പാമ്പ് എങ്ങനെയാണ് അതിൻ്റെ ഉദരം കൊണ്ട് ഞെളിഞ്ഞ് മുമ്പോട്ട് പോകുന്നത്, അതുപോലെയാണ് നമ്മുടെ നല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദരം കൊണ്ടാണ് മുമ്പോട്ട് സഞ്ചരിക്കുന്നത്. 2 കാലം നിൽക്കാനുള്ള കെൽപ്പില്ലാതായിപ്പോയി. നമ്മുടെ രാഷ്ട്രീയമായ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാനായിട്ടൊന്നും പറയണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ യേശുവിൻ്റെ ഈ പരമപ്രധാനമായ അനുഭവം നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട് എന്നതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. എന്ന് മാത്രവുമല്ല, അതിനോടനുബന്ധമായി തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം എപ്രകാരമുള്ളതായിരിക്കും. ഇപ്പം നമ്മളെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ അതിനെന്ത് സംഭവിക്കും? ഒരു പുരോഹിതൻ ഒരു കോൺഗ്രിഗേഷൻ്റെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ മെത്രാനോട് വളരെ അടുപ്പമുണ്ടെങ്കിൽ 5 വർഷം അവിടെ ഇരിക്കും.
അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഫലമായി ആ കോൺഗ്രിഗേഷൻ്റെ ആത്മീയമായ ജീവിതത്തിൽ മേന്മയുണ്ടാകുമോ? അല്ല, അതിന് കോട്ടം സംഭവിക്കും. അവിടെ ജനം ആത്മീയമായ സന്തോഷം അനുഭവിക്കുമോ? അതോ അവരുടെ വിമിഷ്ടം കൂടുമോ? അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ഈ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു അത്രമാത്രം. അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുന്നത്, അതിരൂപത അല്ലെങ്കിൽ ഡയോസസ് അതിൻ്റെ ഒരു ബിഷപ്പ് ഏറ്റെടുക്കുന്നു. അതുമൂലം ആ മഹാ ഇടവകയ്ക്ക് മേന്മ വരുമോ, നന്മ വരുമോ, അത് ചീഞ്ഞു നാറുമോ, അത് കൂടുതൽ ആത്മീയതയുടെ പരിമളം പ്രാപിക്കുമോ? ഇത് പരിഗണിച്ച് ഒരു വ്യക്തിയെ ആ കസേരയിൽ കയറ്റിയിരുത്താനുള്ള യാതൊരു ക്രമീകരണവും നമുക്കില്ല. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ഈ മെത്രാൻ സ്ഥാനത്തൊക്കെ കയറുന്നത് കസേര കൊതി കൊണ്ടും പണത്തോടുള്ള മോഹം കൊണ്ടും അർമാദിച്ച് ജീവിക്കാനുള്ള താല്പര്യം കൊണ്ടും പിന്നെ ആയിരക്കണക്കിന് ആളുകളെ അവിടെ കാൽക്കീഴാക്കാനുള്ള താല്പര്യം കൊണ്ടുമാണ്. അത് മൃഗീയമായ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുടെ സ്വഭാവമാണ്. അത് തന്നെയാണെന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണമുള്ള വയറിൻ്റെ ആകൃതിയാണ് അവർക്കുള്ളത് എന്ന് നിങ്ങൾ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാകും. ഇംഗ്ലീഷിൽ ഫിസിയോണമി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ശരീരഘടന ശ്രദ്ധിച്ചാൽ അവൻ്റെ വ്യക്തിത്വം എപ്രകാരമാണെന്ന് ഏതാണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന ശാസ്ത്രത്തിൻ്റെ പേരാണ് ഫിസിയോണമി. അപ്പോൾ ഒരു വ്യക്തിയുടെ അവസ്ഥയിൽ അവൻ്റെ ആമാശയത്തിനാണോ ആശയങ്ങൾക്കാണോ കൂടുതൽ താല്പര്യമെന്നത് ആ വ്യക്തിയുടെ വയറ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ മൂലമർമ്മത്തെയാണ് ഇവിടെ സ്പർശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യമായ ആദ്യത്തെ തന്നെ പരീക്ഷയായത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണ്ടതുപോലെ പരിഗണിക്കപ്പെടുന്നില്ല. രണ്ടാമതായിട്ട് ഒരു ചിന്ത കൂടെ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചരിത്രം പരിശോധിക്കുമെങ്കിൽ വളരെ ശ്രദ്ധേയമായൊരു സത്യം നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും. അതെന്താണ്? ചരിത്രത്തിലെപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ പൊന്തി നിന്ന, അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥയുണ്ട്. അതെന്താണ്? അപ്പം വേണോ സ്വാതന്ത്ര്യം വേണോ? ബ്രെഡ് ഓഫ് ഫ്രീഡം. ഇതെനിക്ക് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാനിടയായത് ഫിയോദോർ ദോസ്തോവ്സ്കിയുടെ ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറയുന്ന ചെറുകഥ വായിച്ചപ്പോഴാണ്. അത് ബ്രദേഴ്സ് കരമാസോവ് എന്ന് പറയുന്ന വലിയ നോവലിൽ അംശമായി ഐവൻ കരമാസോവ് പറയുന്ന കഥയാണ് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ. അത് വായിക്കേണ്ട കഥ. ലോകത്തിലെ ഏറ്റവും മാഹാത്മ്യമേറിയ അർത്ഥഗാംഭീര്യമായ ചെറുകഥ ഏതാണെന്ന് സാഹിത്യ നിരൂപകന്മാരോട് ചോദിച്ചാൽ സംശയലേശവനെ എല്ലാവരും പറയും ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറയും. ആ ഒരു ചെറുകഥയുടെ മുഴുവൻ ആശയവും ഇതാണ്. ചരിത്രം മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട്. എന്താണ്? നിനക്ക് ആഹാരം വേണോ സ്വാതന്ത്ര്യം വേണോ? നിനക്ക് അപ്പം വേണോ സ്വാതന്ത്ര്യം വേണോ? രണ്ടും കൂടെ നിനക്ക് ലഭിക്കുകയില്ല. ആധുനിക പുരോഗമനം, ഡെവലപ്മെൻറ്റ് കേരളം ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 11 വർഷമായി. നിങ്ങളത് മുഴുവൻ ശ്രദ്ധിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്കിത് കാണാൻ കഴിയും. അപ്പം വേണോ സ്വാതന്ത്ര്യം വേണോ? അപ്പം വേണമെങ്കിൽ സ്വാതന്ത്ര്യം അടിയറ വെക്കണം. ഇതിൻ്റെ ഒരു സൂചന വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഫറവോൻ്റെ കാര്യവിചാരനായിരുന്ന യൂസഫ് ക്ഷാമകാലത്ത് മിസ്രൈമിലെ ആളുകളോട് കാണിച്ച വലിയ അപരാധമുണ്ട്. അവരുടെ പട്ടിണി സമയത്ത് അവർക്ക് അപ്പം കൊടുത്ത് അവരുടെ സ്വാതന്ത്ര്യം അവരിൽ നിന്ന് നന്മവൽക്കരിച്ച ഒരു വലിയ ക്രൂരത. പക്ഷേ ഔസേപ്പ് നമുക്ക് പ്രിയങ്കരനായതുകൊണ്ട് അവൻ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കില്ല. ഒരു ജനതയെ മുഴുവനും അവരുടെ വിശപ്പിൻ്റെ കെയർ ഓഫിൽ അടിമകളാക്കുന്നത് കാരണം നല്ല കാര്യമാണെന്നാണ് ക്രിസ്ത്യാനി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ മൊണ്ണത്തിലൊക്കെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യേശു അഭിമുഖീകരിച്ച ഈ ആദ്യ പരീക്ഷ, അതായത് നിനക്കിപ്പോൾ വിശപ്പുണ്ട്, ഈ വിശപ്പ് മാറ്റാനുള്ള
എല്ലാ ഉപാധിയും നിൻ്റെ കയ്യിലുണ്ട്, നീ ദൈവപുത്രനാണ്, അവിടെ ഇഷ്ടം പോലെ കല്ല് കിടക്കുന്നു, നീ ഒരു വാക്ക് പറഞ്ഞാൽ കല്ല് അപ്പമായി തീരും, ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിക്കാനത് വല്ല പ്രശ്നമുണ്ടോ? പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യേശു വന്നത് സ്വന്തം വയറ് നിറയ്ക്കാനല്ല, മനുഷ്യരെ സ്വതന്ത്രരാക്കാനാണ്, അവരെ വിടുവിക്കാനാണ്. സ്വാതന്ത്ര്യവും അപ്പവും തമ്മിലുള്ള ചരിത്രപരമായ ഐതിഹാസികമായ യുദ്ധം എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണ്. യുദ്ധം, സ്വാതന്ത്ര്യവും അപ്പവും തമ്മിലുള്ള ഐതിഹാസികമായ യുദ്ധം എന്താണെന്ന് ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വ്യക്തമായി ആദ്യം തിരിച്ചറിഞ്ഞത് നസ്രയനായ യേശുവാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അജ്ഞത നിങ്ങൾ പൊറുക്കണം, എൻ്റെ അറിവനുസരിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആധുനിക യുഗത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഭാരതത്തിന് അംശമായ കേരളത്തിലും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്: നിനക്ക് അപ്പം വേണോ അതോ സ്വാതന്ത്ര്യം വേണോ? രണ്ടും കൂടെ ലഭ്യമല്ല. യേശു പറയുന്നത് ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനായി തീരാൻ സാധ്യമാകുള്ളൂ. പക്ഷേ ഇത് രണ്ടും കൂടെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ടും ജീവിക്കണം എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ മാറ്റൊലികൾ എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ ഇന്നലെ നിങ്ങളുമായി പങ്കിട്ട വീഡിയോ ഞാൻ റോമൻ ചരിത്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. അവിടെ ലിവി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വമാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ പറയുന്ന മൂന്നാമത്തെ ഘടകം എന്താണ്? റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിമഹത്തരമായ നേട്ടങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച 5 ഘടകങ്ങളിലൊന്ന് മനുഷ്യൻ അവൻ്റെ ദൈവവുമായി വെച്ചു പുലർത്തിയ സമഗ്രമായ ബന്ധം. ദൈവബോധം കൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയും, ഓരോ വാക്കും, ഓരോ ചലനങ്ങളും നേർവഴിയിലായിരിക്കണം എന്ന അവൻ്റെ തിരിച്ചറിവ്. അതൊരു സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിൽ വലിയ സംഭാവനകൾ നൽകി എന്ന ലെവിയുടെ വെളിപ്പെടുത്തൽ വളരെ ശ്രദ്ധേയമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ വലിയ മിടുക്കെന്താണെന്നറിയാമോ? സത്യത്തിനൊരു വിലയുമില്ല. സത്യാനന്തര രാഷ്ട്രീയം, പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ്, ഏത് കള്ളവും പറഞ്ഞോ ഏത് വഞ്ചനയും നടത്തിക്കോ രാജ്യം അങ്ങ് പുരോഗമിച്ച് നന്നായി, എല്ലാവരും പുരോഗതിയുടെ സ്വർഗത്തിൽ ഇടം പിടിക്കും എന്ന് പറയുന്ന ഭ്രാന്ത് പിടിച്ച മൊണ്ണത്തരമാണ്. ഇത് ഒന്ന് തിരിച്ചറിയാനെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുക. പക്ഷേ നാം ദൈവവചനങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല, ഈ ഉദ്ദേശത്തോടുകൂടെ അല്ല. മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൽ മാഹാത്മ്യം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടോ താല്പര്യത്തോടോ അല്ല ദൈവവചനങ്ങളെ വിവക്ഷിക്കുന്നത്. മറ്റേതോ താല്പര്യങ്ങൾ വെച്ച് അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ മാത്രമാണ് ഈ കാലത്തെ വചന ശുശ്രൂഷ എന്ന് ദയവായി തിരിച്ചറിയുക. അതുകൊണ്ടാണ് വചന ശുശ്രൂഷയ്ക്കുള്ള പ്രസക്തി 100% ഇപ്പോൾ അസ്തമിച്ചു പോയത്. അതിൽ തന്നെ ഒരു വിഷയമാണ്, ഞാൻ ഉണങ്ങി മാറ്റി വെക്കുകയാണ്. ദയവായി ഇങ്ങനെയുള്ള വലിയ വെളിപ്പെടുത്തലുകളുടെ പ്രാധാന്യം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഐതിഹാസികമായ മാറ്റലുകൾ ഒന്ന് തിരിച്ചറിയാൻ ഏവരും കൂട്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ ധ്യാനം ഇവിടെ ഉപസംഹരിക്കുന്നു. നാളെ ഇത് സംബന്ധമായ, ഇതിനോട് ബന്ധമുള്ളതും എന്നാൽ അല്പം വ്യത്യസ്തവുമായ ചിന്തകൾ പങ്കിടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.